ഇന്നലെ മുതൽ അനുമോൾ ആകെ ഡൗൺ ആണ്. എല്ലാവരും ഒറ്റപ്പെടുത്തിയ പോലെയാണ് അനുമോൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് മാറിയിരിക്കുന്നത്. എന്നാൽ അനീഷ് മാത്രമാണ് അനുമോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും അനുവിന്റെ വിഷമങ്ങളും അനുവിന്റെ പ്രശ്നങ്ങളും അനുവിനെ കേൾക്കാനായിട്ടെല്ലാം തയ്യാറാവുന്നത്. അങ്ങനെ അല്പസമയം മുന്നേ ആകെ ഡൗൺ ആയി സാഡ് ആയിരിക്കുന്ന അനുവിനെ കണ്ട് ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് അനുവിന്റെ വിഷമങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ അനു പൊട്ടിക്കഴിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ബിഗ് ബോസ് എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി, ഇനിയിപ്പോൾ വേഗം ഒന്ന് എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി, ഇനി എന്തായാലും കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, ഞാൻ ദിവസങ്ങളെല്ലാം എണ്ണിയിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനു പൊട്ടിക്കറിയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും ഒറ്റയ്ക്കല്ലേ വന്നത്, ഇതൊരു ഗെയിമാണ്, അപ്പോൾ ഫോക്കസ് എപ്പോഴും ഗ്രാൻഡ് ഫിനാലയിലായിരിക്കണം. ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരോട് നിങ്ങൾ നീതി പുലർത്തണം, നല്ല രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തി ഉഷാറായിട്ട് ഗെയിം കളിക്കുക, എല്ലാ ആശംസകളും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അവിടെ അനുവിന്റെ മൈൻഡ് എല്ലാം ഓക്കെ ആക്കി സെറ്റാക്കി വിടുന്നുണ്ട്. അങ്ങനെ അനുമോള് പുറത്ത് വരുമ്പോൾ അനീഷ് ചോദിക്കും, ബിഗ് ബോസിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നോ സംസാരിക്കാനായിട്ട്? അപ്പോൾ അനു പറയുന്നുണ്ട്, ആ ഇടയ്ക്ക് ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഓക്കെ ആയി എന്നെല്ലാം പറഞ്ഞ് അനുമോള് ബെഡ്റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അനീഷ് പറയും, ബെഡ്റൂമിലേക്ക് പോയി ഇരിക്കണ്ട, ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോ. അതായത് ഇനിയും ഒറ്റപ്പെട്ട പോലെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് അനീഷ് അവിടെ അനുമോളോട് സോഫയിൽ എവിടെയെങ്കിലും ഇരിക്കാനായിട്ട് പറയുന്നത്. പിന്നീട് അനീഷ് ചോദിക്കും, ബിഗ് ബോസ് എന്താ പറഞ്ഞേ? അപ്പൊ അനുമോള് പറയും, നന്നായി കളിക്കാനും ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ, അതുകൊണ്ട് ഗെയിമിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, അതൊക്കെ വിട്ട് നന്നായിട്ട് ഗെയിം കളിക്കുക എന്നെല്ലാം പറയുന്ന അനീഷിനെല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ അനുവിന് ഇപ്പോൾ ഏകദേശം അടുത്തു, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയാൽ മതി എന്നാണ്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.